സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണുള്ളത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2024 ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 ഒളിമ്പിക്സിന് വേദിയാക്കുന്നത് പാരീസ് ആണ്. ഫ്രാൻസിലെ പാരീസ് ആണ് 2024 ഒളിമ്പിക്സിന് വേദിയാക്കുന്നത്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ്. രാജീവ് കുമാറാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ ആണ്. എ ഷാജഹാൻ ആണ് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ മനോജ് സോണിയാണ്. മനോജ് സോണിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ M.R. ബൈജു ആണ്. ഡോക്ടർ M.R. ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ. ഡോക്ടർ M.R. ബൈജു. ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ത നാഗേശ്വരൻ. വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യൻ സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയയാണ്. ഹീരാലാൽ സമരിയയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി ഹരി നായരാണ്. വി ഹരി നായരാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. വി ഹരി നായർ. 2024 ജനുവരിയിൽ കേരളത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായ ജില്ല. 2024 ജനുവരിയിലെ കേരളത്തിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ല. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന്റെ സർവേ നടത്തിയ ആപ്പ്. ജീവിത ശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന്റെ സർവേ നടത്തിയത് ശൈലി ആപ്പാണ്. ശൈലി ആപ്പ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്നത് റഷ്യയാണ്. റഷ്യ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദിയായത് തമിഴ്നാടാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദിയായത് തമിഴ്നാട്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാനായിട്ട് റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനമാണ് കവച്. 2024 ജനുവരിയിൽ ഏത് നവോത്ഥാന നായകന്റെ 150ാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? PT ഉഷ. നീതി ആയോഗിന്റെ ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ പിണറായി വിജയനാണ്. പിണറായി വിജയൻ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. സുമൻ ബെറിയാണ് നീതി ആയോഗ് ഉപാധ്യക്ഷൻ. സുമൻ ബെറി. നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് CEO. BVR സുബ്രഹ്മണ്യം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രനാണ്. VK രാമചന്ദ്രനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ.
ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് 2024 2024 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത്. 2023 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയർ ആയിട്ടാണ് ആചരിച്ചത്. മില്ലറ്റ് ഇയർ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച പുതിയ രാജ്യങ്ങൾ 5 രാജ്യങ്ങൾ: ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഏതൊക്കെയാണ്? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവയാണ് ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച 5 പുതിയ രാജ്യങ്ങൾ. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ച തീയതി എന്നാണ്. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. 2024 ജനുവരി 1-നാണ് PSLV C-58 വിക്ഷേപിച്ചത്. 2023 ഡിസംബറിൽ 1800-ലധികം വർഷം പഴക്കമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയ ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയിലാണ് ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. 1800-ലധികം വർഷമുള്ള മഹാശിലാ സ്മാരകമായ ചെങ്കല്ലറകൾ കണ്ടെത്തിയത് കാസർഗോഡ് ജില്ലയിലാണ്. മഹാശിലാ സ്മാരകം. അടുത്ത ചോദ്യം: ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏതാണ്? കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊട്ടാരക്കര. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. DY ചന്ദ്രചൂഡ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ജിതേന്ദ്ര ദേശായി. ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ് ദേശീയ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഷേഖ് ദർവേഷ് സാഹിബാണ്. കേരള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാണ്? ഷേഖ് ദർവേഷ് സാഹിബ്. ഷേഖ് ദർവേഷ് സാഹിബ്. കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിലാണ്. കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാണ്? GR അനിൽ. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രിയാണ് ബീന ജോർജ്. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാണ്? വീണ ജോർജ്. ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർള. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. R വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. R വെങ്കിട്ടരമണി. ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 1 ആഗോള കുടുംബ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 1. 2024 ജനുവരിയിലെ ഇന്ത്യയുമായിട്ട് വൈദ്യുതി കരാറിൽ ഒപ്പിട്ട രാജ്യം ഏതാണ്? നേപ്പാളാണ്. 2024 ജനുവരിയിൽ ഇന്ത്യയുമായിട്ട് വൈദ്യുതി കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് എന്നാണ്? 2024 ജനുവരി 6-നാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ L1 പേടകം ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തിയത് 2024 ജനുവരി 6-ന്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഏതാണ്?
ശനിയാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല. ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ലയാണ് കൊല്ലം. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം PT ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസമാണ്. കേരളത്തിന്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നക്കൈ എന്ന പേരിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്? മന്ദഹാസം. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മേത്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീ K. ബൈജുനാഥ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ശ്രീ K. ബൈജുനാഥ് ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യ. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ ഹൻസ്രാജ് ഗംഗാറാം അഹിറാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ. നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ്. അജയ് മാണിക് റാവ് ഗാൽവിൽക്കർ ആണ് നിലവിൽ ലോക്പാലിന്റെ അധ്യക്ഷൻ. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ ആണ്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺ ഹേമർ. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് PN ഗോപികൃഷ്ണനാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ്? PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ്. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് PR കുമാരകേരളവർമ്മയാണ്. 2021 സ്വാതി സംഗീത പുരസ്കാര ജേതാവ് ആരാണ്? PR കുമാരകേരളവർമ്മ. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയായാണ് കണക്കാക്കിയത്? 7.3%. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.3%. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസ് ആണ്. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവാരാണ്? PK വീരമണിദാസ്. നബാർഡ് ചെയർമാൻ ഷാജി KV. നബാർഡ് ചെയർമാൻ ആരാണ്? ഷാജി KV. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. കേരള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. കേരള ഗതാഗത മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാർ. കേരള കൃഷി മന്ത്രി P പ്രസാദ് ആണ്. P പ്രസാദ് കൃഷി മന്ത്രി. കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി ആരാണ്? കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ തപൻ കുമാർ ദേക്കയാണ്. തപൻ കുമാർ ദേക്ക ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ.
തപൻ കുമാർ ദേക്ക. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജ നന്ദിനി ദാസ് ആണ്. 2023 ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജയാണ് നന്ദിനി ദാസ്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി സ്വര പാട്ടേൽ ആണ്. സ്വര പാട്ടേൽ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S സോമനാഥന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. വിവാദമായതോടെ പിൻവലിച്ച ISRO ചെയർമാൻ S സോമനാഥന്റെ ആത്മകഥയുടെ പേര് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിത റയാന അൽ ബർനാവി. ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ അറബ് വനിത ആരാണ്? റയാന അൽ ബർനാവി. ഒറ്റ സംഗീത പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടി ഗിന്നസ് റെക്കോർഡ് നേടിയ മലയാളിയാണ് സുജേത സതീഷ്. സുജേത സതീഷ് എത്ര ഭാഷകളിലായിട്ടാണ് പാടിയത്? 140 ഭാഷകളായിട്ടാണ് സുജേത സതീഷ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സാലദോ ചിലിയിലെ ഓഗോസ് ദൽ സാലദോ കീഴടക്കിയ മലയാളി ഷേഖ് ഹസൻ ഖാൻ ആണ്. ഷേഖ് ഹസൻ ഖാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ഓഗോസ് ദൽ സാലദോ കീഴടക്കിയ മലയാളിയാണ് ഷേഖ് ഹസൻ ഖാൻ. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഗ്രതു സാരംഗിലാൽ. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ആരാണ്? ഗ്രതു സാരംഗിലാൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതി ദേവിയാണ്. P സതി ദേവി. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കാനോങ്. ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് കാനോങ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. കേരള ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ്. ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ്. 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഹിരോഷിമയിൽ. ജപ്പാനിലെ ഹിരോഷിമയിലാണ് 2023 49ാമത് G7 ഉച്ചകോടി നടന്നത്. ജപ്പാനിലെ ഹിരോഷിമ. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീലില് ബെലേം ടു പാരയിലാണ്. 2025 കാലാവസ്ഥാ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 ജനുവരിയിലെ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കമ്പോജ് ആണ്. 2024 ജനുവരിയിലെ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയതാണ് ആരാണ്? പ്രൊഫസർ BR കമ്പോജ്. ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. KASP. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2022 ഓഗസ്റ്റില് PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമനാണ്. 2022 ഓഗസ്റ്റില് PK കാളൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെറുവയൽ രാമൻ. G20 കൂട്ടായ്മയുടെ 2022-23 അധ്യക്ഷ സ്ഥാനം വഹിച്ച രാജ്യം ഇന്ത്യയാണ്. G20 കൂട്ടായ്മയുടെ 2022-23 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഇന്ത്യ. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രിട്ടൻ. ഖത്തർ ലോകകപ്പിലെ ജേതാക്കളാര്? അർജന്റീനയാണ്. ഫ്രാൻസ് റണ്ണറപ്പ്. ഖത്തർ ലോകകപ്പിലെ ജേതാക്കളായത് അർജന്റീന.
രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദിയാണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്രമോദി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. നിലവിൽ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? റോഷി അഗസ്റ്റിൻ. ISRO ചെയർമാൻ S സോമനാഥാണ്. S സോമനാഥ്. DRDO ചെയർമാൻ സമീർ വി കാമത്ത് ആണ്. DRDO ചെയർമാൻ ആരാണ്? സമീർ വി കാമത്ത്. ലോകസഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി പി മുരളീധരനാണ്. പി മുരളീധരൻ. ലോകസഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ മലയാളി പി മുരളീധരൻ. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആർ പ്രജ്ഞാനന്ദ. 2024 ജനുവരിയിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന ഇന്ത്യൻ താരങ്ങളുടെ ചെസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് ആർ പ്രജ്ഞാനന്ദ. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസറാണ് കൈരളി. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ധർമ്മടമാണ്. ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ചെന്നൈ. 2024 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി ചെന്നൈ. ദ്രോണാചാര്യ പുരസ്കാരം 2023 അർഹനായ മലയാളി ഇ ഭാസ്കരനാണ്. ഇ ഭാസ്കരൻ. ദ്രോണാചാര്യ പുരസ്കാരം 2023 അർഹനായ മലയാളി ആരാണ്? ഇ ഭാസ്കരൻ. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ ഇന്ത്യൻ കരസേന തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റമാണ് ഗംഗ. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. വെറ്റ് ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. അവസാനത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് 3DS ആണ്. ഇൻസാറ്റ് 3DS. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.